ഒരു ടൂറിൻ്റെ ഫസ്റ്റ് ഡേ എക്സൈറ്റഡ് ആകുന്നതിന് പകരം പലരും എക്സോസ്റ്റഡ് ആകലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ കാരണം എന്താണ്? ഇൻ്റർനാഷണൽ ട്രിപ്പാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ്, എമിഗ്രേഷന്, കസ്റ്റംസ്, അങ്ങനെ എല്ലാ ആശങ്കകളും ഇട്ടാണ് ഫ്ലൈറ്റിക്ക് കയറാൻ പോകല്. എയർപോർട്ടിലെ റാങ്കിങ് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലെത്തുന്നു. ഫ്ലൈറ്റിലെത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ക്യാബിൻ്റെ പ്രഷറിൻ്റെ വ്യതിയാനം, ഹ്യൂമിഡിറ്റിയിലുള്ള വ്യത്യാസം, ഇങ്ങനെയൊക്കെ കാരണം ഹെഡേക്ക് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാലോ അവിടെയും എയർപോർട്ടിലെ റാങ്കിങ്ങിന് വിധേയമാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴേക്ക് നമ്മളെ ഹെഡേക്ക് ഏകദേശം മാക്സിമം ലെവലിൽ എത്തിയിട്ടുണ്ടാവും. ഇത്തരം പ്രയാസങ്ങളൊക്കെ എങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു യാത്രയ്ക്ക് നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റിലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ യാത്രയ്ക്ക് ആവശ്യമുള്ള എല്ലാ ഡോക്യുമെൻറ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് യാത്രൻ്റെ മുമ്പായിട്ട് ഒരു അഡ്വാൻസ് സ്ലീപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഉറങ്ങുന്നതിനെക്കാട്ടി ഒരു 2 മണിക്കൂർ കൂടുതൽ ഉറങ്ങുക. പിന്നെ യാത്രയിലാവുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ലോങ് യാത്രയാണ് ഫ്ലൈറ്റിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഇടയ്ക്ക് എണീറ്റൊന്ന് നടക്കുകയും ചെയ്യുക. പിന്നെ ടൈം സോൺ മാറുമ്പോൾ നമ്മൾ ബോഡിക്ക് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഉച്ചക്ക് കയറിയിട്ട് പാരീസിൽ ഏർലി മോർണിംഗ് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി ശരിക്ക് അത് ഫീൽ ചെയ്യല് ഉച്ചക്ക് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഡെസ്റ്റിനേഷനിൽ നമ്മൾ ബോഡിനെ ഒന്ന് വാമപ്പ് ചെയ്ത് നിർത്തേണ്ടതുണ്ട്. പിന്നെ ട്രിപ്പിൽ ഉടനീളം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കുക. അത് കഴിക്കുന്ന ഭക്ഷണം ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഷവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇതിനൊക്കെ പുറമെ ഫസ്റ്റിലെ ഡേ വളരെ കുറഞ്ഞ ആക്ടിവിറ്റീസ് മാത്രം പ്ലാൻ ചെയ്യുക എന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ നമുക്ക് ഏറ്റവും ആസ്വാദകരമായി നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഒരു അഡീഷണൽ ടിപ്പ് കൂടി ഉണ്ട്. ലേ ഓവറുള്ള ട്രിപ്പാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ലോഞ്ച് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. പല ലോഞ്ചുകളിലും ഷവർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക.